നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മന്ത്രവാദം, കൂടോത്രം ഇതേപോലുള്ള സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോഗ്സിനെ കൊണ്ടിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് താഴെ കൊടുക്കാത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവൾ കരയുന്ന നോക്കാം, സൗണ്ട് കേട്ടോ. എന്തോ ഉണ്ട് സംഭവം, ഞാൻ കാണിച്ചു തരാം. എന്തുവാ പ്രശ്നം? എന്തുവാ കണ്ട? എന്തോ ഒരു അപകടം ഇവിടെ എവിടെയോ പതിയിരിപ്പുണ്ട്. എന്തുവാ? ആരാ ചെയ്തത്? ആരാ ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എവിടെ ഇരിക്കുന്നതെങ്കിലും അറിയാവോ? എന്നാ കാണിച്ചതാ. കണ്ടാ ഇങ്ങോട്ടോ പോകുന്നുണ്ട്. നോക്കാം പാ. എവിടാ? ഒറ്റയ്ക്ക് പോകാൻ പേടിയായി, ഞാനും കൂടെ ചെല്ലാനാ പറയുന്നത്. ഇവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എന്തോ മന്ത്രവാദമൊക്കെ ചെയ്താണ്ട് ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുക. എടി, ഇതാരാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ആരോ ഒരാളാ കൊണ്ടുവന്നത്. എന്തിനാ കൊണ്ടുവന്നത് ഇത്? എന്തോന്ന്? എന്നെ നശിപ്പിക്കാൻ കേട്ടാ? പ്രാർത്ഥിച്ചോളണമെന്ന്. എവിടെ പോയി പ്രാർത്ഥിക്കണം? ഓക്കെ, ആനിമൽ കമ്മ്യൂണിക്കേറ്റർ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു. ആനിമൽ കമ്മ്യൂണിക്കേറ്റർ നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സർവീസാണ് കേട്ടോ. മൃഗങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ട് പല കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. നമ്മളിപ്പം ഇവിടെ കൊണ്ടിട്ട് കണ്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടുപിടിപ്പിക്കാനുള്ള കാരണം ഈ മന്ത്രവാദപ്പൂവല്ല, ഇതിനകത്തുള്ള പന്താണ് കേട്ടാ. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, എന്തോ കാര്യം പറയാൻ നോക്കുന്നുണ്ട്. എന്തുവാണ്? കൂട്ടിക്കിടക്കുന്ന സമയത്ത് തുറക്കുന്ന എന്തിനാണ്? അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് വെച്ച് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും പറയാൻ വേണ്ട. ഇപ്പൊ എന്തോ പറഞ്ഞത്? കാടാപട്ടി, അതാണ് പറഞ്ഞത്. നോർമലി നമുക്കിത് മനസ്സിലാകുന്ന കാര്യമല്ലേ. കയ്യിലൊരു ബിസ്ക്കറ്റ് വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? ആദ്യമൊക്കെ റിക്വസ്റ്റ് ചെയ്ത് നോക്കുക, അതിന് ശേഷം ചീത്തയാണ്, അത് ഞാൻ പറയത്തില്ല. നമുക്ക് യൂട്യൂബ് സ്ട്രൈക്ക് അടിക്കും. ഇപ്പൊ എന്തുവാ? തരുമോ ചേട്ടാ? ഇത് അന്യന്റെ കൂട്ടാ കേട്ടോ. ഒരു സെക്കൻഡിൽ അമ്പി, അടുത്ത സെക്കൻഡിൽ അന്യൻ. എന്നാ ഇത് നീ എടുത്തോ, മന്ത്രവാദം നീ എടുക്ക്. എന്നാ മന്ത്രവാദവും പൂവും എടുത്ത്, ഇതെനിക്ക് മതി. ഓക്കെ, നിനക്ക് വേണോ? അത് വേണമെങ്കിൽ എവിടെ ഇരുന്നാ തരാം. അവിടെ വെച്ചോണ്ടിരി. കുറച്ച് നേരത്തേക്ക് സമാധാനം കാണും. ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, കാരണം എന്താണ്, ഇനി ഇതുമായിട്ട് പോയി കളിക്കണം ഞാൻ. അപ്പൊ ആനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് ഉണ്ട്. പക്ഷേ അത് പല രീതിയിലായിരിക്കും അതിനെ പ്രസന്റ് ചെയ്യുന്നത്, അതിനെ യൂസ് ചെയ്യുന്നത്, അതിനെ മിസ്യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ കാണിക്കുന്നു, ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുന്നു, നമുക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. അപ്പൊ അത്രേ ഉള്ളൂ ആനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ യാദൃച്ഛികമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഒരു ആനിമൽ കമ്മ്യൂണിക്കേറ്റർ പറയുന്നു, ഡോഗ് മിസ്സായപ്പോൾ അവർ ഡോഗിന്റെ ആത്മാവിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അതിനെ കാണാതായ ഡോഗിനെ കണ്ടുപിടിച്ചു കൊടുത്തു. 2 കിലോമീറ്റർ അപ്പുറത്ത് അതുണ്ടായിരുന്നു. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ഡോഗിനെ കണ്ടു കഴിയുമ്പോഴത്തേന് അവരുടെ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതിന് വിശക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുഖഭാവവും അതിന്റെ ആക്ഷൻസും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ലേ? അതൊരു കമ്മ്യൂണിക്കേഷനാണ്. വീട്ടിൽ ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ നമുക്ക് കണ്ടിട്ട് ഇതാണെന്ന് ഊഹിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇത് നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു ജോലിയാണ് കേട്ടോ. നല്ലൊരു സക്സസ്ഫുൾ റേറ്റ് തന്നെ ഉണ്ടാകത്തുള്ളൂ. കാരണം എന്താ, നിങ്ങൾ പറയുന്നു, ഈ ഓണർ ഇങ്ങനെ പറയുന്നു, ഡോഗ് എന്തൊക്കെയോ പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. ഇവര് തിരിച്ചു വന്നിട്ട് ഇത് ഞാനിതല്ല പറഞ്ഞെന്ന് പറയാൻ പോകുന്നില്ല. പക്ഷെ മനുഷ്യരെ വെച്ചിട്ട് അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യർ വന്ന് പറയും പിന്നെ ഇത് ഞാനിതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയും. ഡോഗ്സ് അങ്ങനെ പറയത്തില്ലല്ലോ. ഇപ്പൊ നമ്മുടെ അടുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ. ചിലർ നമ്മളെ വിളിച്ചിട്ട് പറയും, ഇപ്പൊ ഡോഗ് നൈറ്റ് ആകുമ്പോഴത്തേനും ഒരു ഡയറക്ഷനിലോട്ട് തന്നെ നോക്കി നിന്ന് കുരയ്ക്കുന്നു എന്നുള്ളത് പറയും. അപ്പൊ നമ്മൾ അതിനുള്ള അഡ്വൈസ് കൊടുക്കാറുണ്ട്. അതും യഥാർത്ഥത്തിൽ ആനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഡോഗിനെ കണ്ടു, ഓണർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കുന്നില്ല. നമ്മൾ പറയുക ഡോഗിന്റെ ഒന്നുകിൽ ആ ഒരു സമയത്തെ വീഡിയോ എടുത്ത് അയച്ചു തരൂ, അല്ലെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് കണ്ടു നോക്കുമ്പോൾ ഡോഗ് ശരിയാണ്, ഒരു സമയത്ത് ഒരു ഡയറക്ഷനിലോട്ട് നോക്കി നിന്ന് കുരയ്ക്കാറുണ്ട്. ചിലപ്പോൾ നൈറ്റിൽ ഒരു സമയത്തായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഈ ഡോഗ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒരു സമയത്ത് കുരയ്ക്കാൻ തുടങ്ങുകയാണ്. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗറുകൾ ഉണ്ടായിരിക്കുക. അപ്പൊ ട്രിഗർ എന്ന് പറയുന്നത് ഡോഗിന് സൗണ്ട്, സ്മെല്ല്, ഈ 2 കാര്യവും മനുഷ്യനെക്കാട്ടി കൂടുതൽ റീച്ച് ഉണ്ട്. അപ്പൊ നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളും അവർക്ക് കേൾക്കാനായിട്ട് പറ്റി. കേൾക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അങ്ങനെ റിലീജിയസ് ആയിട്ടോ ആത്മാവുമായിട്ടോ അങ്ങനെയൊന്നും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല.
ഇപ്പം ഇവിടെ ഒരു മുട്ടുസൂചി വീണു, ആ മുട്ടുസൂചിയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലെങ്കിലും ചിലപ്പോൾ ഡോഗ് അത്ര ഷാർപ്പായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അതേപോലെ ഒരു ഇല വീണതോ കാ വീണതോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു മൈക്ക് ഓൺ ആക്കിയതോ ഒക്കെ ആകാം ചിലപ്പോൾ ആ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ട്രിഗർ സ്മെല്ലാണെന്നുണ്ടെങ്കിലോ നമുക്കൊരിക്കലും അത് അറിയാൻ പോലും പറ്റത്തില്ല. ഡോഗിന് ഉള്ള ഡിസ്റ്റൻസിൽ ചിലപ്പോൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ സ്മെല്ലാണ് ട്രിഗർ എന്നുണ്ടെങ്കിലും അറിയാനായിട്ട് പറ്റത്തില്ല. ഇതെല്ലാ സമയവും എല്ലാ ദിവസവും ഒരേ സമയം കുറയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചിലയിടത്ത് മൈക്ക് ഓൺ ആക്കുന്ന സൗണ്ട് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകത്തില്ലേ. ഇപ്പം ചിലയിടത്ത് വാങ്ക് വിളിക്കുന്നത് ഒരേ സമയത്തായിരിക്കാം. ചില സ്ഥലത്ത് ഈ അമ്പലങ്ങളിലെ പള്ളികളിലെ ഒക്കെ മൈക്ക് ഓൺ ആക്കുന്ന ഒരേ സമയത്തായിരിക്കും. ഇപ്പം രാവിലെ ആണെന്നുണ്ടെങ്കിലും അമ്പലത്തിലൊക്കെ ഓൺ ആക്കാറില്ലേ. അപ്പം എങ്ങനെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇന്നത് കൊണ്ടിട്ടാണ് ഡോഗ് കുരയ്ക്കുന്നതെന്നുള്ളത്. സാധ്യതകൾ പറഞ്ഞു കൊടുക്കും. സാധ്യതകൾ എന്ന് പറയുന്നത് ഈ എന്തായാലും കുരയ്ക്കുന്ന ഒരു ട്രിഗർ കാരണമാണ്. ഈ ട്രിഗർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രിഗർ സൗണ്ട് ആകാം, സ്മെല്ലാകാം, അതേപോലുള്ള വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ ആകാം. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു നോക്കൂ, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവർ പറയുന്നത് ഇതൊരു തലവേദന ഏത് കാരണമായിരിക്കുമല്ലോ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് ബഹളം വയ്ക്കുന്നത്, കരയുന്നു, അതുകൊണ്ടിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ നമ്മൾ പറയും ഇന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കൂ, സ്റ്റോപ്പ് ആവുമെന്ന് പറയും. ചില ഡോഗിന് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മുടെ നിഗമനം കറക്റ്റാണ്, ഏകദേശം കറക്റ്റ് ആണെന്നുള്ളത് പറയാം. അവിടെ ഏകദേശമാണ് പറയുന്നത്, അല്ല ഞാൻ അവരുടെ എനർജി ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ള ലൈനിൽ നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിശ്വസിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് അത് യൂസ് ചെയ്യാം. വേറെ ഒരു ലൈനുണ്ട്. അപ്പോൾ ആനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് ഒരിക്കലും ഈ പറയുന്നത് പോലെ ടെലിപ്പതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത്. നമ്മൾ ഡോഗിനെ കാണാതെ നമുക്കൊരു നിഗമനത്തിലോട്ട് എത്താനായിട്ടൊന്നും പറ്റത്തില്ല. പറ്റുന്നവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഉണ്ടായിരിക്കാം, നമുക്കറിയാം. എന്തായാലും നിലവിൽ അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. പക്ഷേ ഡോഗിനെ കണ്ടാൽ നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗസ് ചെയ്യാം. ഇന്നതായിരിക്കാം ഡോഗ് വിചാരിച്ചത്, ഇന്നതായിരിക്കാം വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എൻഡ് ചെയ്യുന്നില്ല, എന്നിട്ട് ആ കാര്യം അങ്ങ് ഓണറിന് പറഞ്ഞു കൊടുക്കുന്നിടത്തോടെ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. എന്താണ് പറയുന്നത്, നിങ്ങൾ ഇന്ന ടെസ്റ്റുകൾ ചെയ്തു നോക്കുക, അപ്പോൾ ഇത് സ്റ്റോപ്പ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആണ് എന്ന് ഏകദേശം ഉറപ്പിക്കാം എന്ന് പറയും. പിന്നെ നമ്മൾ ലോങ് ടൈമിലേക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കും, ചിലപ്പം വർക്ക് ആയേക്കാം എന്ന് പറയാം. അവിടെ ചാൻസ് ആണ് പറയുന്നത്, 100% ഇന്നതാണ് എന്നുള്ളത് പറയുന്നില്ല. ഡോഗ്സിന് നമ്മുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റും. അവരുടെ ലാംഗ്വേജിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് ത്രൂ ഇമോഷൻസ് ആണ്. നമ്മൾക്ക് എപ്പോഴും വികാരങ്ങൾ എന്തോ ആണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഡോഗിന് ദേഷ്യമാണോ, ഡോഗിന് സന്തോഷമാണോ, ഡോഗ് ഹാപ്പിയാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഡോഗ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുവാണോ, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് പറയാനായിട്ട് പറ്റും. പക്ഷെ ചിന്തിക്കുന്നത് ആ ഫ്രസ്ട്രേഷൻ്റെ കാരണം ഇന്നതാണ് എന്നുള്ളത് സാധ്യതകളാണ്. സാധ്യതകൾ പറയും. ആ സാധ്യതകൾക്കനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോവാം. ഈ ആനിമൽ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ കിടക്കട്ടെ, ഡോഗ് ട്രെയിനർ എന്ന് പറയുന്ന പോസ്റ്റ് അവിടെ കിടക്കട്ടെ. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല കാര്യം അവിടെ സംഭവിക്കുന്നത്, അല്ലാതെ സംഭവിക്കത്തില്ല. കാരണം ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കമാൻഡർ പോസ്റ്റിലോട്ട് വന്നാൽ മതിയല്ലോ. അവൻ്റെ അടുത്ത് ഞാനൊന്നും ചോദിക്കുന്നില്ല, എടീ ഡ്രോപ്പ്. ഇപ്പം അവളുടെ മനസ്സിൽ എന്തോ ആണ്, അവൾ ആഗ്രഹിച്ച എന്തോ ആണ്, ഇതൊന്നും ചോദിക്കാതാണ് ഞാൻ ഡ്രോപ്പ് പറഞ്ഞതും ഈ സാധനം എടുത്തതും. നോ വെയിറ്റ്, ഇതൊക്കെ കമാൻഡിങ് ആണ്. ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിന് പകരം ഇപ്പം ഇവൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വേണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഇതിവിടെ വെക്കുന്നു, അവളുടെ ഇഷ്ടത്തിന് വിടുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ അത് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫ്രീ ഓക്കെ, എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലേ? അത് അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പം അങ്ങനെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഡോഗിന് അത്ര ഹാപ്പി ആയിരിക്കത്തില്ല. ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഡോഗ് ട്രെയിനർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ ഡോഗ് ഓണർ എന്ന് പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അപ്പം ഡോഗിന് നമ്മളോട് എന്ത് പറയാനുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനകത്ത് മോശം കാര്യങ്ങൾ കാണും, നല്ല കാര്യങ്ങൾ കാണും. അപ്പോൾ ആ നല്ല കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നുന്നത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഡോഗ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല. നമ്മുടെ ഡോഗുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് വന്നിട്ട് ഇതിൻ്റെ ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഒരുപാട് ഡോഗ്സിനെ കണ്ട് പരിചയമുള്ള ഒരാൾക്ക് ഇങ്ങനെ ചാൻസ് പറയാൻ പറ്റും. എന്നാൽ പോലും 24 hour കാണുന്ന നമ്മൾ നല്ലോണം നിരീക്ഷിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാം. നെഗറ്റീവായിട്ട് ഉപയോഗിക്കാതിരിക്കുക, അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക. നമ്മുടെ നാട്ടിൽ കുറവാണ്. ഞാനിങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടപ്പോൾ ഇത് പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.